ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഹേമ നിതിൻ. എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ച് നാൾ കൊണ്ടിപ്പോൾ ഷോർട്സ് ഒക്കെ അല്ലേ ഇടുന്നത്. ഇന്നൊരു ലോങ് വീഡിയോ ആണ്. ഇന്നത്തെ റെസിപ്പി ഒരു മോരുകറിയാണ്. സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ മോരുകറിയെ പറ്റിയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ സിമ്പിളായിട്ടുള്ള മോരുകറി ഇവിടെ റെഡിയാക്കാൻ തുടങ്ങുകയാണ്. അതിനായിട്ടൊരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് ചൂടാകാൻ വേണ്ടി. ആ ചീനിച്ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് പൊട്ടിക്കാം. ഇതൊന്ന് പൊട്ടി വരട്ടെ. നമ്മുടെ ഉലുവയും കടുകും ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. രണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 ചുമന്നുള്ളിയും 1 ടീസ്പൂൺ ജീരകവും കൂടി ചതച്ച് വെച്ചേക്കുവാണ്. അതും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ചതച്ചാണ് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കൂടി ആഡ് ചെയ്യുകയാണ്. ഞാനിവിടെ എരിവിന് വേണ്ടി പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. മുളക് പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഒരു പച്ചമുളകും കൂടി ആഡ് ചെയ്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്, നല്ല മണമുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുകയാണ്. വേറെ പൊടികളൊന്നും തന്നെ ഞാൻ ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന തൈര്, ഇപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് തൈര് മിക്സിയുടെ ജാറിൽ മോരാക്കി ഉടച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഈ മോരുകറിയിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നല്ല കുറുകിയ മോരുകറിയായിട്ടാണ് എടുക്കുന്നത്. ഇനി ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് കഴുകിയെടുക്കുന്നു മാത്രം. ഞാൻ അതിലേക്ക് ജാറിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലൂസാക്കിയിട്ടില്ല. നല്ല തിക്കായിട്ടുള്ള മോരുകറിയാണ്. ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി തീ നമുക്ക് സിമ്മിലേക്ക് മാറ്റിയിട്ട് ഇത് നന്നായിട്ട് ഇളക്കി ചൂടാക്കണം. ഒന്ന് തിളച്ച് പോകാൻ പാടില്ല, അപ്പോഴത്തേക്ക് മോര് പിരിഞ്ഞ പോലെ ഇരിക്കും. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് മോര് ചൂടാവണം. അത് ചെറിയ തീയിലിട്ട് തന്നെ ഇളക്കി വേണം ചൂടാക്കി എടുക്കാനായിട്ട്. ഞാൻ ഇതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. ഈ ഉപ്പും പുളിയും എല്ലാം കൂടി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പഞ്ചസാര ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇവിടെ ചേർക്കാറുണ്ട്, അതുകൊണ്ട് മാത്രമാണ്. ഇഷ്ടമില്ലാത്തവരൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ചേർക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് കാണിച്ചത്. ഇനി നമുക്കിത് ഇളക്കി നമ്മുടെ മോരുകറി ചൂടാക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ചൂടായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ തിക്കായിട്ടുള്ള മോരുകറിയാണ്. കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.